നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സവിശേഷമായ ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടാണ് നോക്കാൻ പോകുന്നത്. മുഹമ്മദുമായി ബന്ധപ്പെട്ട ആറാമത്തെ ഉടമ്പടി എന്ന ആശയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദി ഗോൾ ഓഫ് ദ വൈസ്, ദൈവിക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വിവരണമാണ് ഈ പുസ്തകം നൽകുന്നത്. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഈയൊരു ചോദ്യത്തോടെയാണ്. ഇത് ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെയാണ് വരച്ചു കാട്ടുന്നത്. അടിയന്തരമായി ഒരു പരിഹാരം ആവശ്യമായിരുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഈ 5 ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം പ്രശ്നം, പിന്നെ അതിനുള്ള പരിഹാരം, ഒടുവിൽ അതിന്റെ പാരമ്പര്യം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്കാദ്യം തന്നെ ഈ പുസ്തകം വിവരിക്കുന്ന ലോകത്തേക്ക് പോകാം. ദൈവവുമായി ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു കരാറ് ലംഘിക്കപ്പെട്ടൊരു ലോകം. എന്തായിരുന്നു ആ ലോകത്തിന്റെ അവസ്ഥ? ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പുള്ള കാലഘട്ടം സാമൂഹികമായും ആത്മീയമായും തകർന്നടിഞ്ഞ ഒന്നായിരുന്നു. മുൻപുണ്ടായിരുന്ന ഉടമ്പടി പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ. ഈ ഒരു അരാജകത്വത്തിനുള്ള മറുപടിയായിട്ടാണ് മുഹമ്മദിന്റെ വരവിനെ ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നു. അതിന് ഒരു പ്രത്യേക ഭൗതിക അടയാളവും ഉണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ പുതിയ ഉടമ്പടിയുടെ ലക്ഷ്യം തന്നെ അന്നത്തെ ആളുകളുടെ വിശ്വാസങ്ങളും രീതികളും ശരിയാക്കുക എന്നതായിരുന്നു. വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ യുഗത്തിന്റെ അടയാളമായി ഈ പുസ്തകം ഒരു പ്രത്യേക വസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യമാനിക്കല്ല് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് പ്രായോഗികമായ നിയമങ്ങളിലേക്ക് വരാം. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു പുതിയ സാമൂഹിക മതപരമായ ചട്ടക്കൂട് ഉണ്ടാക്കിയത് എന്ന് നോക്കാം. നിയമത്തിൽ 6 പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നതായി ഈ പുസ്തകം പറയുന്നു. ജനങ്ങളെ ശുദ്ധീകരിക്കാനും അവരിലൊരു ചിട്ട കൊണ്ടുവരാനും ഇതൊക്കെ അത്യാവശ്യമായിരുന്നുവെന്നാണ് വിശദീകരണം. ഈ ഭൗതിക നിയമങ്ങൾക്കപ്പുറം ഈ പുസ്തകം വളരെ വിശദമായ ഒരു ആത്മീയ ശ്രേണിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ മുഹമ്മദിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മനുഷ്യരിലേക്ക് അയക്കപ്പെട്ട 313 ദൈവദൂതന്മാരിൽ വെറും 5 പേർക്ക് മാത്രമാണ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ അധികാരമുള്ള ഇമാം എന്ന പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകം ആത്മീയമായ വളർച്ചയുടെ ഒരു 5 പടികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓരോ പദവിയും ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും വലിയ ഉത്തരവാദിത്തങ്ങളെയുമാണ് കാണിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ വാദമനുസരിച്ച് മുഹമ്മദ് ഈ ഏറ്റവും ഉയർന്ന പദവിയിലേക്കെത്തി. അത് അദ്ദേഹത്തിന് സ്വന്തമായി ദൂതന്മാരെ അയക്കാനുള്ള അധികാരം നൽകി. അവരെയാണ് ഇമാമുകൾ എന്ന് വിളിക്കുന്നത്. ഈ ആശയം വ്യക്തമാക്കുന്നൊരു ഉദാഹരണമാണ് മുഹമ്മദിന്റെ ഔദ്യോഗിക മുദ്ര. അതിൽ മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതൻ എന്നു മാത്രമല്ല, അല്ലാഹു മുഹമ്മദിന്റെ ദൂതനാണ് എന്നും വായിക്കാമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇത് ആ ഉയർന്ന പദവിയെയാണ് സൂചിപ്പിക്കുന്നത്. അവസാനമായി ഈ ഉടമ്പടിയുടെ പാരമ്പര്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഉടമ്പടിയും അവസാനം ലംഘിക്കപ്പെട്ടതെന്നും നമുക്ക് നോക്കാം. ഈ ഉടമ്പടി മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ചുമതല ഈ 12 ഇമാമുകളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ദൈവത്തിന്റെ ഏറ്റവും പൂർണ്ണമായ പ്രതിരൂപങ്ങളായിട്ടാണ് അവരെ ഈ പുസ്തകം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിലെ വിവരണമനുസരിച്ച് മനുഷ്യർ ഈ പരീക്ഷണത്തിലും പരാജയപ്പെട്ടു. ഇത് 12ാമത്തെ ഇമാമിന്റെ തിരോധാനത്തിലേക്ക് നയിച്ചു. ഈ പുസ്തകം പറയുന്നതനുസരിച്ച് 6ാമത്തെ ഉടമ്പടി ലംഘിക്കപ്പെട്ടതുകൊണ്ട് ഈ ദൈവിക കഥയിൽ ഒരു അവസാന അധ്യായം കൂടി ആവശ്യമായി വരുന്നു. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം, അതായത് ഉടമ്പടികൾ പുരോഗമിക്കുകയും ചിലപ്പോൾ ലംഘിക്കപ്പെടുകയും ചെയ്യാം എന്നുള്ളത്, വെളിപ്പാടുകളുടെയും അന്തിമതയുടെയും സ്വഭാവത്തെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ബാക്കി വയ്ക്കുന്നത്. ഈ വിശകലനം ഇവിടെ അവസാനിക്കുന്നു.